ഇരുവൃക്കകളും തകരാറിലായി ദുരിത ജീവിതം നയിക്കുന്ന ഉപ്പള കൈക്കമ്പിയിലെ അബ്ദുൽ ഖാദറിന് കാസർഗോഡ് വിഷൻ വാർത്ത കൈത്താങ്ങായി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട അൽ ഇഫാൻ വെൽഫെയർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ ധനസഹായവുമായി അബ്ദുൽ ഖാദറിന്റെ വീട്ടിലെത്തി. 10 ദിവസം മുൻപാണ് അബ്ദുൽ ഖാദറിന്റെ ദയനീയാവസ്ഥ കാസർഗോഡ് വിഷൻ റിപ്പോർട്ട് ചെയ്തത്. 10 ദിവസം മുൻപാണ് വൃക്കരോഗിയായ ഉപ്പള കൈക്കമ്പിയിലെ അബ്ദുൽ ഖാദറിന്റെ ദയനീയ ജീവിതം കാസർഗോഡ് വിഷൻ റിപ്പോർട്ട് ചെയ്തത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പായ അൽ ഇഫാൻ വെൽഫെയർ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് സഹായഹസ്തവുമായി അബ്ദുൽ ഖാദറിന്റെ വാടക വീട്ടിലെത്തിയത്. കാസർഗോഡ് വിഷൻ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുകയും ചെയ്ത ശേഷമാണ് അൽ ഇഫാൻ വെൽഫെയർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ധനസഹായവുമായി അബ്ദുൽ ഖാദറിനെ കാണാനെത്തിയത്. വാർത്ത തങ്ങളെ ഏറെ സ്പർശിച്ചുവെന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ പറഞ്ഞു. കാസർഗോഡ് വിഷൻ ചാനലിൽ വന്ന റിപ്പോർട്ടിനെ കുറിച്ച് ഞങ്ങൾ കണ്ടതിന് ശേഷം ഈ ഖാദർ എന്ന ആളെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ അന്വേഷിച്ച് സംഭവം ബോധ്യമായതിനു ശേഷം ഞങ്ങൾ ഒരു വാട്സപ്പിൽ അൽ ഇഹ്സാൻ വെൽഫെയർ അസോസിയേഷൻ എന്ന ഗ്രൂപ്പിൽ കുറച്ച് നമ്മളെ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഒരു എമൗണ്ട് കളക്ട് ആക്കിയിട്ടാണ് ഇയാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാസർഗോഡ് വിഷൻ ഇത് റിപ്പോർട്ട് ചെയ്തതിന് ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ വേറെ ഇത് കണ്ടിട്ട് വേറെ ആൾക്കാരും കൂടി ഇത് കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ധനസഹായ തുക അബ്ദുൽ ഖാദർ ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ദുഃഖം കാരണം വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. എന്റെ കഷ്ടദുഃഖം അറിഞ്ഞിട്ട് എനിക്കൊരു സഹായം വരെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൽ ഖാദർ അസുഖത്തെ തുടർന്നാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഉമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് അബ്ദുൽ ഖാദറിന്റേത്. 4 മാസം മുൻപ് ഇദ്ദേഹത്തിന്റെ ഒരു കുട്ടി അസുഖം മൂലം മരിച്ചിരുന്നു. ഈ ദുഃഖം കൂടി തളം കെട്ടി നിൽക്കുമ്പോഴാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങളായ അസീസും സൈനുദ്ദീനും ധനസഹായ തുകയുമായി ആശ്വാസത്തിന്റെ പൊൻകിരണവുമായി വാടക വീട്ടിലേക്ക് എത്തിയത്.